നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ തന്നെ കൊറോണയിൽ ഏറെ നൊമ്പരമായി മാറുകയാണ് UAE. ഇന്ന് 9 പേരാണ് മരിച്ചത്. UAEയിൽ ഇന്ന് 2 മലയാളികളടക്കം 9 പേർ മരിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി സെയ്ദു മുഹമ്മദും പാവറട്ടി സ്വദേശി ഹുസൈൻ എന്നിവരാണ് ഇന്ന് മരിച്ചത്. സെയ്ദു മുഹമ്മദ് അബുദാബി മുറൂറിൽ കർട്ടൻ കട നടത്തി വരികയായിരുന്നു. പാറാട്ട് വീട്ടിൽ അലി അഹമ്മദ് മകൻ ഹുസൈൻ 14 ദിവസമായി ചികിത്സയിൽ കഴിയുകയായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് മരണവിവരം ബന്ധുക്കൾക്ക് ലഭിച്ചത്. ഭാര്യ ഷെഹനാസ്, മക്കൾ ഷാഹിൻ ഷാ, ഷെഹിൻ, ഫൈസൽ. ഇതോടെ രാജ്യത്തെ കൊറോണ വൈറസ് ബാധിതരുടെ എണ്ണം 17,000-ലേക്ക് എത്തി. ഇന്ന് പുതുതായി 553 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇതുവരെ 174 പേർ മരിക്കുകയും 3837 പേർ രോഗമുക്തരാവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒമാനിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 3000 കടന്നു. ഇന്ന് 154 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. ഇതിൽ 112 പേർ വിദേശികളും 42 പേർ ഒമാൻ സ്വദേശികളുമാണ്. ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം 3712-ലെത്തുകയും 1025 പേർ സുഖം പ്രാപിച്ചുവെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം ഇന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുകയുണ്ടായി. ഒമാനിൽ ഇതുവരെ COVID-19 വൈറസ് ബാധ മൂലം 15 പേരാണ് മരിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.